വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ മാത്സിന്റെ 8ാമത്തെ ചാപ്റ്റർ ഞങ്ങളെ റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ 1ഉം 2ഉം പാർട്ട് ഇട്ടിട്ടുണ്ട്. അതിനകത്തിൽ പേജ് നമ്പർ 133 ഒന്നാമത്തെ കണക്ക്, ഈ കണക്ക് നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കണേ, നിങ്ങളെ പാർട്ട് 2വിൽ ഈ കണക്ക് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ പാർട്ട് 3 ആണ്, രണ്ടാമത്തെ കേട്ടോ. പേജ് നമ്പർ 133 നമ്മുടെ പാർട്ട് 3 ആണ് കേട്ടോ. പാർട്ട് 3യിൽ നമ്മൾ ഈ രണ്ടാമത്തെ ചോദ്യമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതായത് there are four right triangles all with ratio of a perpendicular side 3:4. One more information about each triangle is given below. Calculate the length of all sides of each. അതിൽ ഒന്നാമത് പറഞ്ഞേക്കുന്നത് the difference in length of the perpendicular side is 24 meter. രണ്ടാമത്തത് the perimeter of the triangle is 24 meter. മൂന്നാമത് the area of the triangle is 24 square meter. നാലാമത്തെ ഹൈപ്പോട്ടിന്യൂസ് 24 മീറ്റർ. ഓരോന്നും തന്നേക്കുന്ന നോക്കണേ നിങ്ങളെ. ഫസ്റ്റ് ഡിഫറൻസ് കാണാനാണ് കേട്ടോ. ലംബവശങ്ങളുടെ നീളം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത്. തന്നിട്ടുണ്ട് 24 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ലംബം എന്ന് വെച്ചാൽ എന്താ? പെർപെൻഡിക്കുലർ കേട്ടോ. ലംബവശങ്ങളുടെ നീളം, the difference in length of the perpendicular side 24 ആണ്. 24. രണ്ടാമത് പറഞ്ഞ എന്താ? ചുറ്റളവ്, അതായത് പരപ്പളവ്. നമുക്ക് ഈ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പരപ്പളവ് നമുക്ക് തന്നിട്ടുണ്ട്. ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 24. പിന്നെ ഏരിയ, ഇത് പെരിമീറ്റർ, ഇത് ഏരിയ. അപ്പോൾ ഓരോന്നും നോക്കിയേ, ഇവ തമ്മിലുള്ള വ്യത്യാസം ആദ്യം കണ്ടുപിടിക്കണം. പിന്നെ ചുറ്റളവ്, അതായത് പെരിമീറ്റർ, പിന്നെ ഏരിയ അതായത് പരപ്പളവ്, പിന്നെ കർണം ഹൈപ്പോട്ടിന്യൂസ് 24 മീറ്റർ. അപ്പോൾ ഇത്രയും നമ്മൾ ഈ 4 എണ്ണത്തിനെയും കണ്ടുപിടിക്കണം. ചോദ്യം മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. 4 മട്ടത്രികോണങ്ങളാണ്. എന്ത് ഈ മട്ടത്രികോണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മട്ടത്രികോണം എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? റൈറ്റ് ട്രയാങ്കിൾ ആണ്. എന്ന് വെച്ചാൽ എന്താ? ഒരു വശം 90. നമ്മുടെ രണ്ടാമത്തെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഇച്ചിരി വലുതായതുകൊണ്ടാണ് ഞാൻ എഴുതാഞ്ഞത്. വായിച്ചു തന്നെ കേട്ടോ. റൈറ്റ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താ? ഇതാണ് മട്ടത്രികോണം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഒരു വശം 90 ഡിഗ്രി ഉള്ളതെന്ന്. ഇങ്ങനെ എത്ര എണ്ണം ഉണ്ടെന്നാ പറഞ്ഞത്? 4 എണ്ണം ഉണ്ടെന്നാ. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇങ്ങനെ 4 എണ്ണം ഉണ്ട്. കാരണം ഒരു സൈഡ് 90 ഡിഗ്രി ആയിട്ടുള്ള 4 എണ്ണം. കണ്ടോ? ഇവിടെ 90 ഇവിടെ 90 ഇടുന്നതിന് പകരമാണ് ഇങ്ങനെ ഈ കട്ട കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ആ കട്ട കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്താ? സിമെൻറ്റ് മണൽ ഇറക്കണമെന്നാണോ? അല്ല, കട്ട കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ 90 ആണെന്നാണ് കേട്ടോ. ഓക്കെ ആണോ നിങ്ങൾ? അവിടെ ചോദ്യത്തിൽ 4 മട്ടത്രികോണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും ലംബവശം, എന്ത് ഈ പെർപെൻഡിക്കുലർ സൈഡല്ലേ ലംബവശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മട്ടത്രികോണത്തിൻ്റെ ഈ താഴെ തരുന്നതിനെ നമ്മൾ പാദം അല്ലെങ്കിൽ ബേസ് എന്നാണ് പറയുന്നത് അല്ലേ? പൈതഗോറസ് തിയറി ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ. ഈ നേരെ തരുന്നതിനെ നമ്മൾ ഈ പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുന്നത്, പെർപെൻഡിക്കുലർ സൈഡ് അല്ലേ? എന്താ അതിന് പറയുന്നത്? ആൾട്ടിറ്റ്യൂഡ്. ഒന്ന് മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ആൾട്ടിറ്റ്യൂഡ് കേട്ടോ. പാദം, ഇതിനെ നമ്മളെന്താ? ലംബം. പാദം ലംബം. അപ്പോൾ ഈ വലിയ വശം മൂന്നാമത്തെ, അതായത് ഈ ആംഗിളിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ? ഇതിന് ഓപ്പോസിറ്റാണ് എപ്പോഴും എന്ത് വരുന്നത്? ഹൈപ്പോടെന്യൂസ് വരുന്നത് കേട്ടോ. അതായത് കർണം എന്ന് പറയും. ഇംഗ്ലീഷും മലയാളവും മനസ്സിലായോ? ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ നേരെ ഇരിക്കുന്നതിനെ നമ്മൾ ആൾട്ടിറ്റ്യൂഡ് ലംബം, താഴെ അതിൻ്റെ പാദം അല്ലെ ബേസ്. മൂന്നാമത്തെ വലിയ വശമാണ് എപ്പോഴും ഹൈപ്പോട്ടിന്യൂസ്. നമ്മൾ പൈതഗോറസ് തിയറി അല്ലേ? പൈതഗോറസ് തിയറിക്കകത്തിൽ ഇതൊക്കെ പഠിച്ചതാണ്. ഇനി നമ്മളോട് പറഞ്ഞ എന്താണെന്നറിയോ? ഇതിൻ്റെ അംശബന്ധം. ഇത് 4 എണ്ണം ഒരേപോലത്തെയാണ്, അതുകൊണ്ട് ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിൻ്റെ നമുക്ക് അംശബന്ധം തന്നിരിക്കുന്നത് എത്രയാണെന്ന് നോക്കണേ കുഞ്ഞുങ്ങളെ. 3:4 എന്നാണ് നമ്മളോട് അംശബന്ധം. നമ്മൾ നേരത്തെയും ചെയ്തതാണ്. ഈ 3:4 അംശബന്ധമാണെങ്കിൽ നമ്മൾ ബീജഗണിതം ഉപയോഗിച്ചെന്താ? 3x എന്താ 4x ഓർമ്മയുണ്ടോ? അതായത് ഇതിനെ നമ്മൾ ഈ അംശബന്ധത്തെ നമ്മൾ എന്താ ഇവിടെ എന്താണോ കാണാൻ പോകുന്നത് അതിലോട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ? ഇപ്പം നീളമാണെങ്കിൽ ഇത് ബേസാണ്. ബേസ് നമ്മൾക്കിപ്പോൾ നോക്കുന്നു, ഇതെല്ലാം ഒരുപോലെയാണ്. അപ്പം നമ്മൾ ബേസിനെ നമ്മൾ 3 എന്നും അല്ലേ? ഇവിടെ പെർപെൻഡിക്കുലർ ലൈൻ അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡിനെ നമ്മൾ 4 എന്നും കൊടുത്തു. ഇത് റേഷ്യോ ആണ് അല്ലേ? ഇത് റേഷ്യോ മാറ്റി നമ്മൾ എന്താ? ഇതിൻ്റെ കൂടെ എത്രയോ വെച്ച് ഇൻഡ്യൂ ചെയ്യുമ്പോഴാണ് നമുക്ക് ബേസ് കിട്ടുന്നത്
എത്രയാണെന്ന് നമുക്കറിയത്തില്ല. ഈ റേഷ്യോയെ നമ്മൾ എത്രയോ വെച്ച് ഇൻറ്റു ചെയ്യുമ്പോഴാണ് എന്താ നമുക്ക് ബേസ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ അല്ലേ, ഈ നേരെയുള്ള വര ലംബത്തിനെ എത്രയോ വെച്ച് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോഴാണ് ആൾട്ടിറ്റ്യൂഡും കിട്ടുന്നത്. അതാണ് അവിടെ റേഷ്യോ. ഇത് നേരത്തെയുള്ള കണക്കിൽ നമ്മൾ പറഞ്ഞതാ. ഈ റേഷ്യോയെ നമ്മൾ എന്താ കണ്ടോ, റേഷ്യോ മാറ്റിയിട്ട് കൊടുക്കുമ്പം 3x 4x. അപ്പോൾ ഇത് ഇത്രയും നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളതാണ്. ഇനി നമ്മൾ നോക്കിക്കേ, പൈതഗോറസ് തിയറി അനുസരിച്ച് ഇതിനെ എങ്ങനെ ചെയ്യുന്നു. എന്ത് ഈ പൈതഗോറസ് എന്നൊക്കെ അറിയാമോ? അറിയാമല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതല്ലേ. അപ്പോൾ ഇതേ ഉള്ളൂ നിങ്ങളെ. ഇത് എന്താ ആൾട്ടിറ്റ്യൂഡ്, ഇത് ബേസ്, ഇത് ഹൈപ്പോട്ടിന്യൂസ്. നമുക്കിപ്പം പാദവും ലംബവുമാണ് തന്നിട്ടുള്ളതെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് കാണാൻ എന്തോ ചെയ്യണം, കൂട്ടുകയാണ് വേണ്ടത് കേട്ടോ. എന്താ നിങ്ങളെ, പാദവും ലംബവും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് കാണാൻ നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതല്ല, ഹൈപ്പോട്ടിന്യൂസ് ആണ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അല്ല, മനസ്സിലായോ? വലിയ വശം ഹൈപ്പോട്ടിന്യൂസ് അല്ലേ? ആ ഒരു ക്ലൂ പഠിച്ചു കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ പാദവും ലംബവും കൂടി എന്ത് ചെയ്യണം, കൂട്ടണം. ഹൈപ്പോട്ടിന്യൂസ് കാണാൻ മാത്രം കൂട്ടിയാൽ മതി. പാദമോ ലംബമോ അതായത് ആൾട്ടിറ്റ്യൂഡോ ബേസോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഹൈപ്പോട്ടിന്യൂസിൽ നിന്നും ആ തന്നതങ്ങ് കുറയ്ക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ. നമുക്കിവിടെ അത്രയും കിടന്ന് ചിന്തിക്കേണ്ട കാര്യമില്ലോ നിങ്ങളെ. ഇവിടെ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കിക്കോണേ. ഇതിനെ നമ്മൾ ആൾട്ടിറ്റ്യൂഡ് എ എന്നും ആൾട്ടിറ്റ്യൂഡ്, ഇതിനെ നമ്മൾ ബേസ് എന്നും ഇതിനെ നമ്മൾ ഹൈപ്പോട്ടിന്യൂസ് എന്നുമാണ് പറയുന്നത് കേട്ടോണേ. അപ്പോൾ ഇതിൻ്റെ ബേസ്, ഇതിൻ്റെ റേഷ്യോ നമ്മൾ പറഞ്ഞു. ഇതിനെ 3x എന്നും 3:4 ആണ്. ഇതിനെ 4x എന്നുമാണ് നമ്മൾ കൊടുത്തത്. ഇത്രയൊക്കെ ആണല്ലോ. 3 വന്നതും 4 എന്ന് വെച്ചാൽ 3:4 ആണ് നമ്മുടെ റേഷ്യോ. അപ്പം നമ്മൾ ബേസിന് 3 എന്നും ആൾട്ടിറ്റ്യൂഡ് കേട്ടോ, എല്ലാത്തിനെയും മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. ആൾട്ടിറ്റ്യൂഡിനെ നമുക്ക് അല്ലെ ലംബത്തിനെ 4 എന്നും കൊടുത്തു. ഇനി നമുക്ക് എന്താ ഇവിടെ ഇല്ല അല്ലേ, ഹൈപ്പോട്ടിന്യൂസ് ഇല്ല. അപ്പോൾ ഹൈപ്പോട്ടിന്യൂസ് ആണോ നിങ്ങളെ ആദ്യം കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഹൈപ്പോട്ടിന്യൂസ് കാണണമെന്നുണ്ടെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈസിക്കൽ ടു ബേസ് സ്ക്വയർ, ബേസിൻ്റെ സ്ക്വയർ പ്ലസ് എന്താ ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ്. ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഹൈപ്പോട്ടിന്യൂസ് കാണാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതായത് കർണം സ്ക്വയർ, മലയാളം മീഡിയക്കാരോട് എഴുതിക്കോ നിങ്ങളെ. കർണം സ്ക്വയർ ഈസിക്കൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണേ. ഓക്കെ ആണോ? അപ്പം നമുക്കിവിടെ എന്തോ തന്നിട്ടുണ്ട്, നമുക്ക് ചെയ്യാം. ഹൈപ്പോട്ടന്യൂസ് ആണ്, നല്ല കർണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പാദം തന്നിട്ടുണ്ട് എത്ര, 3x സ്ക്വയർ. ലംബം നമുക്ക് തന്നിട്ടുണ്ട്. ലംബവും പാദം അറിയണമെങ്കിൽ ഇത് പാദം, ഇത് ലംബം, അതെ ഇത് ബേസ്, ഇത് ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ എന്താ മേളിൽ ഇംഗ്ലീഷിൽ തന്നിട്ടുണ്ട് കേട്ടോ, 4x സ്ക്വയർ. 3x സ്ക്വയർ എന്ന് വെച്ചാൽ എത്ര, 3ൻ്റെ സ്ക്വയർ എത്ര കുഞ്ഞുങ്ങളെ, 9 ആണ്. 9x സ്ക്വയർ. 3ൻ്റെ സ്ക്വയർ എത്ര, 9. 3 × 3 9x സ്ക്വയർ. അതുപോലെ തന്നെ 4ൻ്റെ സ്ക്വയർ 4 × 4 16x സ്ക്വയർ കേട്ടോ. അപ്പോൾ 9x സ്ക്വയറും 16x സ്ക്വയറും കൂടെ കൂട്ടുമ്പോൾ എത്ര നിങ്ങളെ, 25x സ്ക്വയർ ആണ്. 25x സ്ക്വയർ. മനസ്സിലായോ എങ്ങനെയാണെന്ന്? 3x സ്ക്വയർ വന്നത് എങ്ങനെയാണ്, 4x സ്ക്വയർ വന്നാൽ 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, x സ്ക്വയർ അതുപോലെ അങ്ങ് എഴുതിക്കുക കേട്ടോ. ഇനി രണ്ടും കൂടെ കൂട്ടുമ്പോൾ 9x സ്ക്വയറിൻ്റെ കൂടെ 16x സ്ക്വയറോട് കൂട്ടുമ്പോൾ 25x സ്ക്വയർ. ഓക്കെ, ഇതെന്താണ്? ഇത് ഇവിടെ എന്താവും നിങ്ങളിവിടെ ഹൈപ്പോട്ടിന്യൂസിൻ്റെ സ്ക്വയർ ഈസിക്കൽ ടു എത്ര വന്നത്, 25ൻ്റെ കേട്ടോ, 25ൻ്റെ സ്ക്വയർ 25x സ്ക്വയർ. ഹൈപ്പോട്ടിന്യൂസിൻ്റെ സ്ക്വയർ ആണ് 25x സ്ക്വയർ എങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് ഈസിക്കൽ ടു ഈ സ്ക്വയർ കേട്ടോ നമ്മളങ്ങ് മാറ്റുവാണെങ്കിൽ, ഓർത്തോണേ കുഞ്ഞുങ്ങളെ, ഈ സ്ക്വയർ നമ്മൾ എടുത്ത് കളഞ്ഞു കണ്ടോ, ഇതിനകത്ത് സ്ക്വയർ ഇല്ല. അപ്പോൾ നമ്മളിവിടെ എന്തെന്ന് പറയുക, റൂട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത്ര റൂട്ട്, ആ സ്ക്വയറിനെ നമ്മൾ എടുത്ത് കളഞ്ഞല്ലോ, അപ്പോൾ ഇവിടെ എന്താ റൂട്ട് ഇട്ട് കൊടുക്കണം. നോക്കിയേ, 25 എന്തിൻ്റെ റൂട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എത്ര, 5ൻ്റെ റൂട്ടാണ് കേട്ടോ. അതൊന്ന് പഠിച്ച് വെച്ചേക്കണേ. 25 എന്ന് പറയുന്നത് എന്തിൻ്റെ റൂട്ടാണ് നിങ്ങളെ, 5ൻ്റെ റൂട്ടാണ് കേട്ടോ. 5x ആണ് അപ്പോൾ ഇവിടെ വരുന്നത്. എന്തെങ്കിലും സംശയമുണ്ടോ? 25 വന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഏതാണ്ട് 25 റൂട്ട് വന്നു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ 16ൻ്റെ റൂട്ട് എന്ന് പറയത്തില്ലേ, എത്രയാണ്, 4 ആണ്
കേട്ടോ. ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ 25ൻ്റെ റൂട്ടെന്ന് വെച്ചാൽ 5 ആണ്, 36ൻ്റെ റൂട്ടെന്ന് വെച്ചാൽ 6 ആണ്. അങ്ങനെയാണെങ്കിൽ 25ൻ്റെ റൂട്ട് 5 ആണ്, x² എക്സുമാണ് കേട്ടോ. അപ്പോൾ 5x ആണ് ഇവിടെ കിട്ടിയത്. ഫസ്റ്റ് നമുക്ക് കിട്ടി. ഇനി ഇത് ഇത്രയും നമുക്ക് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചാൽ എന്താണെന്നറിയോ, ഫസ്റ്റ് ലംബവശങ്ങളുടെ നീളം തമ്മിലുള്ള വ്യത്യാസം. ലംബവശം ഒന്നാമത്തെ ഇപ്പം നമ്മൾ എന്ത് കിട്ടി, നമുക്ക് 5x ഹൈപ്പോട്ടന്യൂസ് കിട്ടി കുഞ്ഞുങ്ങളെ. ഹൈപ്പോട്ടന്യൂസ് അതായത് വശത്ത് എന്താ നോക്കണേ, അവിടെ നല്ലപോലെ ഒന്ന് മനസ്സിലാക്കണേ. ഈ പടത്തിൻ്റെ നമുക്കിവിടെ 3x ഉണ്ടായിരുന്നു, ഇവിടെ 4x ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്ര 5x ആണ് ഇപ്പം നമുക്ക്. അപ്പോൾ 3 വശവും നമുക്ക് കിട്ടി. ഈ 5x കിട്ടിയത് മനസ്സിലായോ കുഞ്ഞുങ്ങളെ? 5x അതായത് ബേസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു, ആൾട്ടിറ്റ്യൂഡ് 4x തന്നിട്ടുണ്ടായിരുന്നു, h ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ കണ്ടുപിടിച്ചു, 5x അതിവിടെ കിട്ടി. അപ്പം ഒരു ത്രികോണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഇവിടെ റൈറ്റ് ട്രയാങ്കിളിൻ്റെ അല്ലേ എന്താ സമഭുജ മട്ടത്രികോണത്തിൻ്റെ 3 വശങ്ങളും നമുക്ക് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, ദ ഡിഫറൻസ് ഇൻ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ് ഈസ് 24 മീറ്റർ. ഒന്നാമത് നമ്മളോട് ചോദിച്ച ചോദ്യം എന്താണ്? വശങ്ങളുടെ നീളം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡിഫറൻസ് ആണ് ഫസ്റ്റ് നമ്മളോട് ചോദിച്ച ഡിഫറൻസ്. ഡിഫറൻസ് എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? കുറയ്ക്കാനാണ് കേട്ടോ. എപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് ചോദിച്ചാലും കുറയ്ക്കാനാണ് ഫസ്റ്റ് നമ്മളോട് ചോദിച്ചത്. ഇവിടെ എത്രയ്ക്കാണ് നമുക്കുള്ളത്? ഇവിടെ 4x ഉണ്ട് മൈനസ് 3x എന്ന് പറയുന്നത്. 4x മൈനസ് 3x വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്ര ആണെന്ന് 24 മീറ്റർ ആണെന്ന് പറഞ്ഞു. ചോദ്യത്തിൽ പറഞ്ഞു ലംബവശങ്ങളുടെ നീളം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 24 ആണെന്ന് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അപ്പോൾ ഇതിനോടൊക്കെ എത്ര തമ്മിലുള്ള വ്യത്യാസമായിരിക്കും വരുന്നതെന്നാണ് കേട്ടോ. 4xന്ന് വ്യത്യാസം ആയതുകൊണ്ട് ഇവിടെ കുറയ്ക്കാൻ കേട്ടോ. ചോദ്യം എന്താ? നമ്മളോട് ഡിഫറൻസാണ്. ഡിഫറൻസ് എന്ന് വെച്ചാൽ വ്യത്യാസം വന്നുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ കുറച്ചത് കേട്ടോ. 4xന്ന് 3x പോലെ എത്ര? 1x കേട്ടോ. 4xന്ന് 3x പോയാൽ 1x എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് എന്നാണ്. ഒരു എക്സ് എന്ന് എഴുതേണ്ട കാര്യമില്ല നിങ്ങളെ. എക്സ് എന്ന് വെച്ചാൽ ഒന്നല്ലേ? 1x = 24 മീറ്റർ. അപ്പം നമുക്ക് എക്സ് കിട്ടി. എന്താ നിങ്ങളെ? ഡിഫറൻസ് കാണാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വില കിട്ടി 24. ഇനി നമ്മുടെ ജോലി എന്താണെന്നറിയോ? ആൾട്ടിറ്റ്യൂഡ് എത്രയാണ്, ബേസ് എത്രയാണ്, ഹൈപ്പോട്ടിന്യൂസ് എത്രയാണ്? ഞാനിങ്ങനെ ചുരുക്കി എഴുതാം. എ എന്ന് വെച്ചാൽ ആൾട്ടിറ്റ്യൂഡ്, ബി എന്ന് വെച്ചാൽ ബേസ്, എച്ച് എന്ന് വെച്ചാൽ ഹൈപ്പോട്ടിന്യൂസ്. ഓർത്തോണേ, ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണ്? ലംബം, ബേസ് പാദം, എച്ച് കർണം കേട്ടോ, മലയാളം മീഡിയക്കാർ. അപ്പോൾ നോക്കിയേ, ആൾട്ടിറ്റ്യൂഡ് ഇവിടെ മേളിൽ നിന്ന് താപ്പോട്ട് എത്രയായിരുന്നു? ആൾട്ടിറ്റ്യൂഡ് 4x ആണ് അല്ലേ? 4x ആണ് ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ എക്സിൻ്റെ വില നമുക്ക് കിട്ടി. 4 × x ആണ് 4x. 4 × 24 മനസ്സിലാക്കണേ. 4x ആണ് ആൾട്ടിറ്റ്യൂഡ്. അതായത് ഇതാ കുഞ്ഞുങ്ങളെ വേണ്ടേ 4x കണ്ടോ ആൾട്ടിറ്റ്യൂഡ്. അപ്പം നമുക്ക് ഇവിടെ ഓരോന്നിനെയും വില വെച്ച് എക്സിൻ്റെ വില നമുക്കിപ്പോൾ കിട്ടി. ഫസ്റ്റ് നമ്മൾ ഹൈപ്പോട്ടിന്യൂസ് കിട്ടി, രണ്ടാമത് നമ്മൾ എക്സിൻ്റെ വില കിട്ടി 24 ആണ്. നമ്മുടെ ചോദ്യത്തിൽ 24 തന്നു, വ്യത്യാസം 24 ആണെങ്കിൽ നിങ്ങൾ എക്സിൻ്റെ വില വെച്ച് എങ്ങനെ ചെയ്യും? അപ്പോൾ എക്സിൻ്റെ വിലയാണ് എത്ര? 24. നമുക്ക് എക്സ് 24 കിട്ടി അല്ലേ? x = 24 ആണെന്ന് പറഞ്ഞു. അപ്പം ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ 4x ആണ് നമ്മുടെ ചോദ്യം. 4x എന്ന് വെച്ചാൽ 4 × x ആണ്. 4 × 24 4 4 16 2 4 8 1 9 96 മീറ്റർ ആണ് കേട്ടോ. മീറ്റർ അതായത് ഇവിടെ 24 മീറ്റർ ആയതുകൊണ്ട് ഇത് മീറ്റർ ആണ്. അടുത്തത് ബേസ്. ബേസ് എത്രയാണ്? 3x ആണ്. 3x എന്ന് വെച്ചാൽ 3 × x ആണ് അർത്ഥം. എന്ന് വെച്ചാൽ 3 × 24 ആണ് അല്ലേ? 4 3 12 2 3 6 1 72 മീറ്റർ ആണ് കേട്ടോ. അടുത്ത ഹൈപ്പോട്ടന്യൂസ് ഇവിടെ നമുക്ക് 5x ആണ് കിട്ടിയത്. 5x എന്ന് പറഞ്ഞാൽ 5 × x ആണ്. 5 × x 5 × 24 5 4 20 2 5 10 2 12 മീറ്റർ. അപ്പോൾ ഇവിടെ നമ്മളോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഈ കിട്ടുന്ന എല്ലാം നിങ്ങൾ എന്താ നീളങ്ങൾ മീറ്ററിലും സെൻറ്റിമീറ്ററിലുമായിട്ട് എഴുതണമേ എന്ന് നമ്മളോടൊരു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ റൈറ്റ് ദ ലെങ്ത് ഈസ് മീറ്റർ ആൻഡ് സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് മറക്കല്ലേ. അപ്പോൾ ഇവിടെ നോക്കി എല്ലാം മീറ്ററിലാണ്, നമ്മൾ അതിനെ സെൻറ്റിമീറ്ററിലോട്ട്, അതായത് 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 96 മീറ്റർ എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ 96 × 100 ആണ്.
കേട്ടോ. അപ്പോൾ എത്ര 96 ഇട്ട് 2 പൂജ്യവും കൂടി ഇട്ടാൽ മതി. അപ്പോൾ സെൻറ്റിമീറ്റർ കേട്ടോ. അതൊന്ന് അറിഞ്ഞു വെച്ചേക്കണേ. നമ്മളോട് ചോദിച്ചിട്ടുണ്ട് സെപ്പറേറ്റ് അത് ചെയ്യണേന്ന്. അടുത്ത 72 മീറ്ററിനെ നമ്മൾ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റുക. 1 മീറ്റർ എന്ന് വെച്ചാൽ പഠിച്ചു. അപ്പോൾ എന്താ 72 ഇട്ടിട്ട് 2 പൂജ്യവും കൂടി. ഇനി 120 എന്ന് പറയും. വീണ്ടും 2 പൂജ്യവും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ 3 പൂജ്യം വരും. ഇതും സെൻറ്റിമീറ്റർ. അപ്പം മീറ്ററിലുള്ളതിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്തു, സെൻറ്റിമീറ്ററിലോട്ട് ഇത് കൺവേർട്ട് ചെയ്തു. ഇത്രയും ഓക്കെ ആണല്ലോ. നമുക്ക് ഈ എന്ന് വെച്ചാൽ 4x 3x 5x ആൾട്ടിറ്റ്യൂഡ്, ബേസ്, ഹൈപ്പോട്ടന്യൂസ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. 4x എന്ന് വെച്ചാൽ 4 × x. ഇതിൻ്റെ എല്ലാം വില വെച്ച് ചെയ്തു കുഞ്ഞുങ്ങളെ. ആൻസർ മീറ്ററിലാണ്. മീറ്ററിൽ വരുന്നതിനെ നമ്മുടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാം സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണേന്ന്, മാറ്റണേന്ന്. അപ്പം ഇതിനെല്ലാം മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ടാക്കാൻ 100 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് കിട്ടി. ഇനി രണ്ടാമത് ഈ ചോദ്യം അവർ 4 ചോദ്യമാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. 4 രീതിയിൽ ചെയ്യണമേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് അവർ ചോദിച്ചത് എന്താണെന്നറിയോ, ചുറ്റളവ് രണ്ടാമത്തെ കേട്ടോ. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ മെത്തേഡ് ചുറ്റളവ് എന്ന് വെച്ചാൽ എന്താണ്, പെരിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. പെരിമീറ്റർ = 24 മീറ്ററാണ് അതും തന്നിരിക്കുന്നത് കേട്ടോ. പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താവും ഞങ്ങൾ, നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ ആയിരുന്നു നമ്മളോട് പറഞ്ഞത് അല്ലേ. റൈറ്റ് ട്രയാങ്കിൾ ആണ് നമ്മളോട് പറഞ്ഞത്. പെരിമീറ്റർ എന്ന് വെച്ചാൽ എന്താണ്, ഈ സൈഡും കൂടെ കൂട്ടുന്നതാണ് പെരിമീറ്റർ അല്ലേ. 3 സൈഡും കൂടെ കൂട്ടുന്നതിനെയാണ് നമ്മൾ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 3 സൈഡും നമുക്കുണ്ട്. എത്രയൊക്കെയായിരുന്നു, 3x അല്ലേ. ആൾട്ടിറ്റ്യൂഡ് എത്രയായിരുന്നു, ഇവിടെ പാടുണ്ടല്ലോ നിങ്ങൾ, ഇവിടെ എത്ര 4x. ഇത് 4x ആയിരുന്നു, ഇത് 3x, ഇത് 5x അല്ലേ. അപ്പോൾ അതിന് ചുറ്റളവ് എന്ന് വെച്ചാൽ 3 സൈഡും കൂടെ കൂട്ടുക. 4x + 3x + 5x എന്ന് പറയുന്നത് എത്ര ഇവിടെ തന്നു, 24 മീറ്റർ ആണെന്ന് തന്നു. മനസ്സിലാക്കണേ. ഇത് 3ഉം കൂടി നമ്മുടെ ചോദ്യം ഓരോ ഹിൻറ്റും അവർ ഇത് തന്നിട്ടുണ്ട് കേട്ടോ. അത് വെച്ചാൽ നമ്മൾ ഇത് രണ്ടാമത്തെ ചുറ്റളവ് എന്ന് വെച്ചാൽ പെരിമീറ്റർ തന്നിട്ടുണ്ട് 24, അതാണിത്. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും വെച്ചിട്ട് നീളവും വീതിയും ആൾട്ടിറ്റ്യൂഡും ഒക്കെ നോക്കിക്കേ, 24 മീറ്റർ ഓക്കെ ആണല്ലോ. ഇനി അത് വെച്ച് ചെയ്യണം. നോക്കിയേ, 3x ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര, 4 3 7 5 12 അല്ലേ. 12x = 24 മീറ്റർ ആണെങ്കിൽ x = 24, 12 × x ആണ്. ഇൻറ്റു വന്നാൽ സമത്തിനിപ്പുറം ഡിവിഷനാണ്. അപ്പം 12 2 24. ഈ മീറ്റർ നിങ്ങൾ ഇതെല്ലാം എഴുതുമ്പോൾ എഴുതി പോട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോയാലോ. ഇവിടെ 24 മീറ്ററിനെ എല്ലാം എഴുതണ്ട. അപ്പോൾ 2 മീറ്റർ ഓക്കെ ആണല്ലോ, 2 മീറ്റർ. ഇനി അപ്പം നമുക്ക് എന്ത് കിട്ടി, ഇതിൻ്റെ ചുറ്റളവ് വെച്ചിട്ട് എങ്ങനെ ചെയ്യുമെന്നാണ്. 2 മീറ്റർ കിട്ടി. അത് നമ്മൾ ഈ പറയുന്ന പോലെ ആൾട്ടിറ്റ്യൂഡ്, ബേസ്, ഹൈപ്പോട്ടന്യൂസ് കേട്ടോ. ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ലംബം, പാദം, കർണം. ആൾട്ടിറ്റ്യൂഡ് എത്ര ആയിരുന്നു, ആൾട്ടിറ്റ്യൂഡ് 4x. അപ്പം 4x, ആൾട്ടിറ്റ്യൂഡ് 4x തന്നെയാണോ, ഓക്കെ. 4x എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 4 × x ആണ്. അപ്പോൾ 4 × 2 കേട്ടോ. 4 × 2 8 മീറ്ററാണ് കേട്ടോ, 8 മീറ്റർ. അടുത്ത ബേസ് എത്രയായിരുന്നു, 3x എന്ന് വെച്ചാൽ 3 × x ആണ്. അതായത് 3 × 2 6 മീറ്ററാണ്. ഹൈപ്പോട്ടന്യൂസ് 5x ആണ്. അപ്പോൾ 5 × x 5 × 2 ഈ 2 വെച്ചാണ് നമ്മൾ ഈ ചെയ്യുന്നത് കേട്ടോ. മറ്റേത് ഓരോ ഹിൻറ്റും നമുക്ക് തന്നത് വെച്ച് ചെയ്യാനാണ്. 5 × 2 10. ഇവിടെ നോക്കി എല്ലാം മീറ്ററിലാണ് തന്നേക്കുന്നത്. ഈ മീറ്ററിനെ നമുക്ക് എന്തോ ആക്കണം, സെൻറ്റിമീറ്ററിലോട്ട്. കാരണം നമ്മുടെ ചോദ്യത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് തരുന്നതിനെ എല്ലാം സെൻറ്റിമീറ്ററിലോട്ട് മാറ്റണമെന്ന് കേട്ടോ. അപ്പോൾ 8 മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റാൻ 100 വെച്ച് 800 സെൻറ്റിമീറ്റർ. 6 × 100 600 സെൻറ്റിമീറ്റർ. പിന്നെ 10 × 100 1000. കണ്ടോ, ഇതിപ്പോൾ 3ഉം സെൻറ്റിമീറ്ററിലോട്ട് മാറ്റി. മനസ്സിലാക്കണേ, 3ഉം സെൻറ്റിമീറ്റർ. അപ്പോൾ അതും കഴിഞ്ഞു. ഓരോ ഇത് നമ്മളോട് ചെയ്യാൻ പറഞ്ഞതാണ് ഫസ്റ്റ്. കാരണം ഈ കണക്കിനകത്ത് 4 ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു വലിയ ചോദ്യമായിട്ടാണ് 4. ഇനി അടുത്ത മൂന്നാമത് അവർ പറഞ്ഞത്, നിങ്ങൾ പരപ്പളവ്, ചുറ്റളവ് കഴിഞ്ഞു. ഇനി അടുത്ത പരപ്പളവ്. എന്ത് ഈ പരപ്പളവ്, പരപ്പളവ് അതായത് ഏരിയ കേട്ടോ. ഏരിയ എത്രയാവും ഞങ്ങളിവിടെ, അതും 24 അല്ലേ. ഏരിയ 24 വെച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏരിയ 24
എന്തുമായിരുന്നു? ചതുരശ്ര മീറ്റർ അല്ലേ? ചതുരശ്ര മീറ്റർ, അതായത് മീറ്റർ സ്ക്വയർ. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് മീറ്റർ സ്ക്വയർ, മലയാളം മീഡിയക്കാർക്ക് ചതുരശ്രം. ഇത് വെച്ച് ഇനി നമ്മൾ ചെയ്യണം. അപ്പം എന്തോത്തിൻ്റെയാ? ട്രൈ ആംഗിളിൻ്റെയാണേ. റൈറ്റ് ട്രയാങ്കിളിൻ്റെയാണ്. ഇതിൻ്റെ ഏത് ട്രയാങ്കിളിൻ്റെയും ഏരിയ കാണുന്ന ഇക്വേഷൻ എന്താവും നിങ്ങളെ? 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് കേട്ടോ. അത് നമുക്ക് ഓൾറെഡി തന്നു. 24 മീറ്റർ സ്ക്വയർ ആണെന്ന് നമുക്ക് തന്നു. ഇത് ഇത്രയും നമുക്ക് തന്നില്ല. ഏരിയ എന്തിൻ്റെ? ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുന്നുള്ള ഇക്വേഷൻ 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. അപ്പോൾ അത് 24 മീറ്റർ സ്ക്വയർ എന്ന് നമ്മുടെ ചോദ്യത്തിൽ തന്നു. അപ്പോൾ 1/2 ഓൾറെഡി 1/2 ഇൻറ്റു ബേസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ബേസ് എത്ര ആയിരുന്നു? 4. ബേസ് 4ആയിരുന്നു, 3ആയിരുന്നു അല്ലേ? ബേസ് 3ഉം ഇത് 4. തിരിഞ്ഞു പോകല്ലേ കേട്ടോ. ഓക്കെ, തിരിഞ്ഞു പോയാൽ ഇവിടെ വരുമ്പോൾ ഇൻറ്റു ചെയ്യാം. അപ്പം എത്ര? ബേസ് 3 ഇൻറ്റു ഹൈറ്റ് 4 ഈസിക്കൽ ടു 24 അല്ലേ? ബി എന്ന് വെച്ചാൽ ബി എക്സ്, ഈ എക്സ് ഉണ്ട് കേട്ടോ. ഇവിടെ എക്സ് ഉണ്ട്, നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 1/2 ഇൻറ്റു ബി ഇൻറ്റു എച്ച് ഈസിക്കൽ ടു 24. ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് എങ്ങനെയാണ്? 1/2 ഇൻറ്റു 3x ഇൻറ്റു 4x, 4 3 12 എക്സ് സ്ക്വയർ വരും കേട്ടോ. എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ അതറിയാമേ. എക്സ് ഇൻറ്റു എക്സ് ഈസിക്കൽ ടു എക്സ് സ്ക്വയർ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ് പ്ലസ് എക്സ് ആണെങ്കിൽ അത് 2x ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ 3 ഇൻറ്റു 4 12, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ഈസിക്കൽ ടു 24. ഇതിനെ വെട്ടി ചെയ്യാൻ നിങ്ങളെ 2നെ 12 കൊണ്ട് വെട്ടാം കേട്ടോ. ഇതിനെ ഇത് വെച്ച് വെട്ടാം. എത്ര? 6 2 12 അല്ലേ? 6 2 12. അപ്പോൾ എത്ര വരും? 6x സ്ക്വയർ ഈസിക്കൽ ടു 24. അപ്പോൾ എക്സ് സ്ക്വയർ ഈസിക്കൽ ടു 24/6 ഈസിക്കൽ ടു എങ്ങനെ വന്നതെന്ന് അറിയാമല്ലോ? 1 ഇൻറ്റു 6 തന്നെ കേട്ടോ. ഈ 1 ഒന്നും അതിൻ്റെ കാരണം വെട്ടിപ്പോയി. 6x സ്ക്വയർ ഈസിക്കൽ ടു 24. അപ്പോൾ എക്സ് സ്ക്വയർ ഈസിക്കൽ ടു 24 ഡിവൈഡ് വന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഇൻറ്റു വന്നുകൊണ്ടാണ് ഇവിടെ ഡിവിഷൻ വന്നത്. അപ്പോൾ എത്ര? 4 വരും അല്ലേ? 6 4 24 4 എക്സ് സ്ക്വയർ ഈസിക്കൽ ടു. അപ്പോൾ ഇവിടെ നോക്കണേ, എക്സ് സ്ക്വയർ ഈസിക്കൽ ടു 4 ആണെങ്കിൽ നോക്കണേ നിങ്ങളെ, എക്സ് സ്ക്വയർ ഈസിക്കൽ ടു 4 ആണെങ്കിൽ എക്സ് ഈസിക്കൽ ടു √4 ആയിരിക്കും കേട്ടോ. മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു സ്ക്വയറിനെ സമത്തിന് ഇപ്പുറത്തോട്ട് മാറ്റുമ്പോൾ റൂട്ട് ആക്കണമെന്ന് കേട്ടോ. കാരണം ഇത് എക്സ് സ്ക്വയർ തന്നെ വെച്ച് നമുക്കെല്ലാം ചെയ്യാൻ പറ്റുമോ? എക്സ് സ്ക്വയർ പൈതഗോറസ് തിയറിക്കകത്ത് നമ്മൾ അതിനകത്ത് കണക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട്. എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിനെ നമ്മൾ ഈക്വലിന് ഇപ്പുറത്തോട്ട് വരുമ്പോൾ അത് റൂട്ടായിട്ട് ചെയ്യാം. അപ്പോൾ √4 എന്ന് വെച്ചാൽ എന്തുവാ? 2 2ൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 2 മീറ്ററാണ് നമ്മുടെ ചോദ്യം. ഏരിയ ആയതുകൊണ്ട് മീറ്ററിലാണ് കേട്ടോ. √4 എന്ന് പറയുന്നത് 2 മീറ്റർ. ഓക്കെ ആണോ? ഇനി ഈ 2 മീറ്റർ വെച്ച് നമുക്ക് എന്ത് കാണണം? ആൾട്ടിറ്റ്യൂഡും ബേസും ഹൈപ്പോട്ടന്യൂസും കാണാം 2 മീറ്റർ വെച്ച് അല്ലേ? ആൾട്ടിറ്റ്യൂഡ് എത്രയാണ്? 4x. ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ 4x എന്ന് വെച്ചാൽ 4 ഇൻറ്റു എക്സ്. അപ്പോൾ എന്താ? 4 ഇൻറ്റു 2 ഈസിക്കൽ ടു 8. അടുത്തത് ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3x. അപ്പോൾ 3 ഇൻറ്റു എക്സ്, 3 ഇൻറ്റു 2 6. അടുത്തത് 5x എന്ന് വെച്ചാൽ 5 ഇൻറ്റു എക്സ്, 5 ഇൻറ്റു 2. നമുക്ക് ആ കിട്ടുന്നത് വെച്ചിട്ട് വേണം ഇതിൻ്റെ എല്ലാം കാണാൻ. 5 ഇൻറ്റു 2 10 കേട്ടോ. അപ്പോൾ 8 10 6 ഇതെല്ലാം എന്താ? മീറ്ററിലാണ്. ഇതിനെല്ലാം എന്ത് ചെയ്യണം? സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ 8 മീറ്റർ എന്ന് പറയുന്നത് 800 സെൻറ്റിമീറ്റർ ആണ്. 6 മീറ്റർ എന്ന് പറയുന്നത് 600 സെൻറ്റിമീറ്റർ ആണ്. 10 മീറ്റർ എന്ന് പറയുന്നതോ 1000 സെൻറ്റിമീറ്റർ. ഇതിനെ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാവും നിങ്ങൾ ഇവിടോട്ട് എഴുതിയത്. നിങ്ങൾ ബുക്കിൽ വൃത്തിയായിട്ട് എഴുതണം കേട്ടോ. ആദ്യമേ ഇത് എഴുതണം, പിന്നെ എന്ത് ചെയ്യണം? ആൾട്ടിറ്റ്യൂഡും ബേസും ഹൈപ്പോട്ടന്യൂസും, അതായത് ലംബം, പാദം, കർണം ഇങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യണം? അതിനെ മീറ്ററിലാത്തരുന്നെങ്കിൽ അതിനെ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ ആണോ? അതിൻ്റെ 4ാമത്തെ ഒരു ചോദ്യം കൂടെ ഉണ്ട് അതിനകത്തിൽ. അതായത് കർണം ഹൈപ്പോട്ടന്യൂസ് 24 വന്നാൽ എങ്ങനെ ചെയ്യുമെന്നാണ്. ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം
24 മീറ്റർ വന്നാൽ എങ്ങനെ ചെയ്യുമെന്ന് ഇവിടെ ഓൾറെഡി നമുക്ക് തന്നു. കർണം അല്ലെ ഹൈപ്പോട്ടിന്യൂസ് 24 മീറ്റർ ആണെന്ന്. ഹൈപ്പോട്ടിന്യൂസ് എത്ര ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ 5x ആണെന്ന് അല്ലേ. പടത്തിനകത്തിൽ ആ പടം ഞാൻ എപ്പോഴും വരച്ച് കാണിക്കുന്നത് ഇതാണ് ഹൈപ്പോട്ടിന്യൂസ് അല്ലേ. 5x ആണെന്ന് തന്നിട്ടുണ്ട്. 5x = 24 ആണെങ്കിൽ x = 24/5. 24നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര? 4 5 20 ബാലൻസ് ഒരു 4 വരും. 4 5ൽ പറ്റത്തില്ല, പോയിൻ്റ് ഇട്ടു, ഇവിടെ ഒരു 0 കൊടുത്തു. 8 5 40. അപ്പോൾ അത് തീർന്നു. അപ്പോൾ എത്ര വന്നു? 4.8 4.8 മീറ്റർ ആണ് ഇവിടെ നമുക്ക് ഹൈപ്പോട്ടിന്യൂസ് കിട്ടിയത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഓരോന്നും കാണണം അല്ലേ. ഏതാ? ആൾട്ടിറ്റ്യൂഡ്, ബേസ്, ഹൈപ്പോട്ടിന്യൂസ് കാണണം. ആൾട്ടിറ്റ്യൂഡ് എത്രയായിരുന്നു? ആൾട്ടിറ്റ്യൂഡ് 4x അല്ലേ. 4x 3x. അപ്പോൾ 4x = 4 × 4.8. പിന്നെ 4.8നെ 4 കൊണ്ട് ചെയ്യണം. 4.8 × 4 8 4 32 ശിഷ്ടം 3 4 16 17 19 19.2. അടുത്തത് ബേസ് 3x. അപ്പം 3 × 4.8. 4.8നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പം 4.8നെ 3 ഉണ്ട്. 3 8 24 ശിഷ്ടം 2 4 3 12 14 14.4. അടുത്ത ഹൈപ്പോട്ടിന്യൂസ് 5x. 5 × 4.8 4.8 × 5 5 8 40 ശിഷ്ടം 4 I 4 24 24. അത് 24 വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെന്താ? ഇതെല്ലാം മീറ്ററിലാണ്, കാരണം നമ്മുടെ ചോദ്യം എല്ലാം മീറ്ററിലാണ് കിടക്കുന്നത്. ഈ മീറ്ററിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? 19.2 × സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. നിങ്ങൾ എപ്പോൾ മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റിയാലും 2 സ്ഥാനം മാറ്റി അങ്ങ് കുത്തിട്ടാൽ മതി. ഇനി പോയിന്റ് വരുന്നതാണെങ്കിലോ ഇവിടെ 2 0 ആയതുകൊണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം മാറ്റി കുത്തിടണം. പോയിന്റ് കഴിഞ്ഞിട്ട് 1 2 അങ്ങനെ 2 സ്ഥാനം. അപ്പോൾ എത്ര വരും? 19 20 സെൻറ്റിമീറ്റർ. സംശയം ഉണ്ടോ നിങ്ങളെ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇവിടെ 2 0 അല്ലേ. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു സ്ഥാനം ഇവിടെ കിടപ്പുണ്ട്. ഏതാ? 2 കിടപ്പുണ്ട്. ഇവിടെ ഒരു 2 കിടപ്പുണ്ടെങ്കിൽ ഒരു സ്ഥാനം ഉണ്ടെന്നാ. അപ്പം ഒരു 0 കൂടെ, ഒരു സ്ഥാനവും കൂടെ വേണ്ടതുകൊണ്ട് ഇവിടെ 0 ഇട്ട് കൊടുത്തു. അടുത്തത് 14.4 അല്ലേ × 100. അതും 2 0 ആണ്. 2 സ്ഥാനം മാറ്റി കുത്തിടണം. ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ ഒരു സ്ഥാനത്തിന് വേണ്ടി നമ്മൾ ഒരു 0 കൂടി ഇട്ട് കൊടുത്തു. 1440 സെൻറ്റിമീറ്റർ. ഇനി ഒരെണ്ണമുണ്ടല്ലോ 24 മീറ്റർ. 24 × 100 2400 സെൻറ്റിമീറ്റർ. അതിനകത്തിൽ അതേ ഉള്ളൂ. എൻ്റെ ലാസ്റ്റ് ഒരു കണക്കും കൂടി ഉണ്ട്, അതുകൂടെ ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ഏതാണ്ട് ദ സൈഡ് ഓഫ് 2 squares ആർ in the ratio 3:4. What is the ratio of their area? The side of 2 square, 2 സ്ക്വയർ കേട്ടോ. 2 സമചതുരങ്ങളാവും നിങ്ങളെ. ഇത് സമചതുരം എന്ന് വെച്ചാൽ സ്ക്വയർ, 4 വശവും ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ടാണ് അതിനെ സമചതുരം എന്ന് പറയുന്നത്. അങ്ങനെ 2 എണ്ണം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ 4 വശവും ഒരുപോലെ ഇരിക്കുന്നതിനെ സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ 2 എണ്ണം തന്നിട്ടുണ്ട്. അതിൻ്റെ റേഷ്യോ അംശബന്ധം തന്നിരിക്കുന്നത് 3:4 ആണ്. ഇതിന് 3ഉം ഇതിന് 4ഉമാണ്. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും 3, ഇവിടെയും 3, അതൊക്കെ അറിയാമല്ലോ. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെയും 4, ഇവിടെയും 4, ഇവിടെയും 4. അതുകൊണ്ടാണല്ലോ അതിനെ സമചതുരം അല്ലേ, സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. ഇത് റേഷ്യോയിൽ തന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യണം? അതിനെ 4x അല്ലേ, ഇപ്പോൾ കുറേ ചെയ്തല്ലോ 4x. അപ്പോൾ ഇതിനെ നമുക്ക് എന്താ കാണേണ്ടത്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ ഏരിയ? ഏരിയ കാണാം. അപ്പോൾ ഫസ്റ്റ് നോക്കൂ നിങ്ങൾ ഇവിടെ ഏരിയ ഓഫ് സ്ക്വയർ. ഫസ്റ്റിൻ്റെ ആദ്യത്തെ ചെയ്യാം, ഇതിൻ്റെ ചെയ്യാമേ. ഒന്നാമത്തെ ചെയ്യാം. ഒന്നാമത്തെ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, സ്ക്വയറിൻ്റെ ഏരിയ കാണുന്നത് എങ്ങനെയാവും നിങ്ങളെ? സൈഡ് ഇൻറ്റു സൈഡാണ്. അതൊക്കെ അറിയാമല്ലോ. സൈഡ് ഇൻറ്റു സൈഡാണ് സ്ക്വയറിൻ്റെ ഏരിയ. ഇവിടെ സൈഡ് നോക്കിക്കേ 3 ആണ്. 3x അല്ലേ. 3x × 3x = 9x² ആണ് കേട്ടോ. അതായത് 3 × 3 9, x × x x². അപ്പോൾ ആദ്യത്തെ കിട്ടി. ഇനി അതുപോലെ തന്നെ എന്താ രണ്ടാമത്തെ ഏരിയ ഓഫ് സ്ക്വയർ, രണ്ടാമത്തെ അല്ലേ സ്ക്വയർ, സെക്കൻഡ് എന്ന് എഴുതാം. രണ്ടാമത്തെ അതിൻ്റെ ഏതാ? 4x ആണ്. അതും നമുക്ക് സൈഡ് ഇൻറ്റു വശം
ഇൻറ്റു വശം, മലയാളം മീഡിയം കേട്ടോ. സൈഡ് ഇൻറ്റു സൈഡ് അതെത്ര 4x ഇൻറ്റു 4x ആണ്. 4 ഇൻറ്റു 4 16, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ. അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെയും നമുക്ക് കിട്ടി. ഇനി ഇതിനെ നമ്മളെന്താ അംശബന്ധം, ഇതിൻ്റെ രണ്ടിൻ്റെ അംശബന്ധം എഴുതാനാണ് നമ്മളോട് ചോദിച്ചത് അല്ലേ. അപ്പോൾ അംശബന്ധം അല്ലെങ്കിൽ എന്താ റേഷ്യോ രണ്ടെണ്ണത്തിൻ്റെയും കാണണ്ടേ. നോക്കിയേ, ചെറിയ അംശബന്ധം ഈസിക്കൽ ടു ചെറുത് അല്ലേ, സ്മാൾ റേഷ്യോ ഈസിക്കൽ ടു ദ ലാർജ് വലുതിൻ്റെ, അങ്ങനെ വേണേൽ കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ചെറിയ അംശബന്ധം ഈസ് ടു വലിയ അംശബന്ധം. അത് ഇങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് കിട്ടിയത് എത്ര 9x സ്ക്വയർ ഈസ് ടു 16x² ആണ്. നമുക്ക് ഇത് രണ്ടും കൂടെ ചെയ്തപ്പോൾ കിട്ടിയത്. ഇവിടെ നോക്കൂ നിങ്ങളെ, 9/16 എന്ന് പറയുന്നത് ഏതിൻ്റെയും ടേബിളിൽ വരുമോ? ഈ 9ഉം 16ഉം ഏതിൻ്റെയും ടേബിളിൽ വരുന്നുണ്ടോ നോക്കണം. രണ്ടും ഒരേ ടേബിളിൽ വരണം. ഇത് രണ്ടും ഒരേ ടേബിളിൽ വരുന്നുണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ 9 ആണെങ്കിൽ 3ൻ്റെ ടേബിളിൽ വരും അല്ലേ. 16 ആണെങ്കിലോ 2ൻ്റെ വരും, 4ൻ്റെ വരും. പക്ഷേ ഇത് രണ്ടും കൂടി ഒരു ടേബിളിൽ വരത്തില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ട, ആ തന്നിരിക്കുന്ന ഡിജിറ്റ് അങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് ആലോചിച്ച് തല കൊണ്ടാക്കണ്ട, ഇതുപോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി. 9:60. ഓക്കെ ആണോ? ഇത്രയും മാത്രം മതി നിങ്ങളെ. നമ്മൾ പേജ് നമ്പർ 133 3 കണക്കും ചെയ്തിട്ടുണ്ട്. മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് പറ. നമുക്ക് നാളെ അടുത്ത പാർട്ടിടാം കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.